ഹലോ ഡിയർ ലേണേഴ്സ്, ഗ്രാമർ പാർട്ടിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ കോൺകോർഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി 1, 3, 4 ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാറ്റഗറി 1-ലാണ്. കോൺകോർഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇത് 2 പാർട്ടായിട്ടാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് കോൺകോർഡ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ബേസിക്സ് ഓഫ് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്. അതിനുശേഷം നമ്മൾ ഓരോന്നിലും അപ്ലൈ ചെയ്യുന്ന രീതികളാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സബ്ജക്റ്റ് വേർബ് കോൺകോർഡ് എന്താണെന്നും നൈദർ നോർ, ഐദർ ഓർ, ആൻഡ് എന്നിവയിൽ എങ്ങനെയാണ് ഈ ഒരു കോൺകോർഡ് അപ്ലൈ ചെയ്യുന്നതും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കായിട്ട് കടക്കാം. First, introduction. The word concord is derived from the Latin for agreement. Concord എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? എഗ്രിമെൻറ്റ്. ഓക്കെ, കോൺകോർഡ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് ആണ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ തമ്മിലുള്ള എഗ്രിമെൻറ്റ്? When applied to English grammar, the term is defined as the grammatical agreement between two words in a sentence. അതായത് ഒരു സെൻറ്റൻസിലെ 2 വേർഡുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റും ഒരു വേർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കോൺകോർഡ് എന്ന് പറയുന്നതിന് മീനിങ് എന്താണ്? എഗ്രിമെൻറ്റ്. അപ്പം ഒരു സെൻറ്റൻസിലെ വേർഡുകൾ തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. ദ ബേസിക്സ് ഓഫ് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്. നമുക്കറിയാം ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റും ഉണ്ടാവും വേർബും ഉണ്ടാവും. അപ്പം ഇവ തമ്മിലുള്ള എഗ്രിമെൻറ്റ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്, ഇഫ് ദ സെൻറ്റൻസ് ഈസ് സിംഗുലർ, ദ വേർബ് മസ്റ്റ് ഓൾസോ ബി സിംഗുലർ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സബ്ജക്റ്റ് വേർബ് കോൺകോർഡ് എന്ന് പറയുമ്പം അതിൽ ഒരു സെൻറ്റൻസ് എടുക്കുക. ആ ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണെങ്കിൽ, ഇഫ് ദ സെൻറ്റൻസ് ഈസ് സിംഗുലർ, അതിലെ സെൻറ്റൻസ് എന്താണ്? സിംഗുലർ ആണെങ്കിൽ ദ വേർബ് മസ്റ്റ് ഓൾസോ ബി സിംഗുലർ. അപ്പം നമ്മുടെ വേർബ് എന്തായിരിക്കും? അതിൽ സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കും. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, ഇഫ് ദി subject is plural, the verb must be plural as well. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മളുടെ വേർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബ് സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പം അതാണ് ഈ ഒരു ബേസിക്സ് ഓഫ് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പം അവിടെ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. The window is open and the windows are open. എന്താണ് ഇവിടെ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത്? ഈസും ആറും അല്ലേ? അപ്പം നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ സബ്ജക്റ്റ് വേർബ് കോൺകോർഡ് എന്താണ് നമ്മൾ നോക്കി. ഇതിലെ സബ്ജക്റ്റ് എന്താണ്? ദ വിൻഡോ അല്ലേ? ദ വിൻഡോ ആണ് ഇവിടെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? ദ വിൻഡോ. ഓക്കെ, അപ്പം സബ്ജക്റ്റ് ഏതാണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ് അല്ലേ? ദ വിൻഡോ, ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ, ഒരു ജനാല മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് പറയുന്നു? അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോൾ നമ്മുടെ വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സോ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓക്സിലറി വേർബ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? ചൂസ് ചെയ്തു അല്ലേ? അപ്പം ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുത്തെ വേർബും നമ്മൾ എന്ത് യൂസ് ചെയ്തു? സിംഗുലർ യൂസ് ചെയ്തു. അപ്പോൾ ഇതേ എക്സാമ്പിൾ നോക്കുക. അടുത്തത് ദ വിൻഡോസ് ആർ ഓപ്പൺ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? ആറാണ് യൂസ് ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാണ്? ദ വിൻഡോസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ് അല്ലേ? വിൻഡോസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എന്താണ്? ഒന്നിൽ കൂടുതൽ വിൻഡോകൾ ഉണ്ട് അല്ലേ? സോ ദ വിൻഡോസ്. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ആർ എന്ന് പറയുന്ന ആ ഒരു പ്ലൂറൽ ഓക്സിലറി വേർബാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ആർ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചൂസ് ചെയ്തു.
അപ്പോൾ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ എന്ത് യൂസ് ചെയ്തു? സിംഗുലർ വേർബ് യൂസ് ചെയ്തു. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ പ്ലൂറൽ വേർബും യൂസ് ചെയ്തു. അപ്പം അതാണ് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നെക്സ്റ്റ്, ഇനി ഓരോന്നിലും എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നോക്കാം. നൈദർ നോർ. നൈദർ നോർ എന്ന് പറയുമ്പോൾ എന്താണ്? ആരുമില്ല, അവനും ഇല്ല, ഞാനും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് ഈ നൈദർ നോർ എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് ഒരു സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെന്റ് എന്ന് നമുക്ക് നോക്കാം. If both nouns used with neither nor are singular, if both nouns used with neither nor are singular, then we use singular verb. അപ്പം നമ്മൾ ഇപ്പോൾ neither nor യൂസ് ചെയ്തൊരു സെൻറ്റൻസ്, അതിൽ എന്താണ്? ബോത്ത് നൗൺസ് യൂസ്ഡ് വിത്ത് neither nor are singular. അതിലുള്ള രണ്ട് നൗൺസും എന്താണ്? സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ neither nor വെച്ച് എഴുതുന്ന ഒരു സെൻറ്റൻസിൽ നമ്മുടെ രണ്ട് നൗൺസും എന്താണ്? സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി എന്തായിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും. Neither the green dress, neither the green dress nor the pink dress is available for now in our shop. Is available for now in our shop എന്നാണല്ലേ പറഞ്ഞത്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത നൗൺസ് എന്തൊക്കെയാണ്? ദ ഗ്രീൻ ഡ്രസ്സും അതുപോലെ തന്നെ പിങ്ക് ഡ്രസ്സും അല്ലേ. അപ്പം അത് രണ്ടും എന്താണ്? സിംഗുലർ ആണ് അല്ലേ, സിംഗുലർ ആയിട്ടുള്ള നൗൺ ആണ്. ദ ഗ്രീൻ ഡ്രസ്സും ദ പിങ്ക് ഡ്രസ്സും. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ നൈദർ നോർ വെച്ച് എഴുതുന്ന ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് നൗൺസും സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പം ഇവിടെ നോക്കുക, ഇത് രണ്ടും എന്താണ്? നമ്മൾ യൂസ് ചെയ്ത രണ്ട് നൗൺസും എന്താണ്? സിംഗുലർ ആണ് അല്ലേ. സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിംഗുലർ വേർബ് നമ്മൾ അവിടെ യൂസ് ചെയ്തു അല്ലേ. ആ ഒരു ഗ്രീൻ ഡ്രസ്സും അല്ലെങ്കിൽ ആ പിങ്ക് ഡ്രസ്സും രണ്ടും എന്തില്ല? ആ ഒരു ഷോപ്പിൽ അവൈലബിൾ അല്ല. അപ്പം എന്ത് ചെയ്തു? സിംഗുലർ, രണ്ടും സിംഗുലർ നൗൺസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിംഗുലർ ഓക്സിലറി വേർബാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, if one of the nouns is singular and the other one is plural. അപ്പം നോട്ട് ചെയ്യുക, if എന്താണ്? if one of the nouns is singular and എന്താണ്? the other one is plural. ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറൽ, അതായത് ഒരു നൗൺ സിംഗുലറും മറ്റേ നൗൺ എന്താണ്? പ്ലൂറലുമാണെങ്കിൽ we need to go to the noun that is closer to the verb. അപ്പം നമ്മൾ യൂസ് ചെയ്ത വേർബിൻ്റെ അടുത്ത് ഏതാണോ നൗൺ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വേർബ്, അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. അതായത് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഏത് നൗൺ ആണോ യൂസ് ചെയ്തത്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ യൂസ് ചെയ്തത്, അതിനനുസരിച്ചിരിക്കും എന്ത്? നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു എന്താണ് നൈദർ നോർ വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസിൽ ഒരു നൗൺ എന്ത്? സിംഗുലറും മറ്റേ നൗൺ പ്ലൂറലുമാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഏത് നൗൺ ആണോ യൂസ് ചെയ്തത്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, ഇതിൽ ഏതാണ് യൂസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, if the closer noun to the verb is singular, we use singular verb. അപ്പം എന്താണ്? വേർബിന് തൊട്ട് മുമ്പ് നമ്മൾ യൂസ് ചെയ്ത നൗൺ സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പം നമ്മുടെ വേർബിന് തൊട്ട് മുമ്പ് നമ്മൾ പ്ലൂറൽ നൗൺ ആണെങ്കിലോ യൂസ് ചെയ്തത്, നമ്മുടെ വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, the closer noun to the verb is singular, we use singular verb. If the closer noun to the verb is plural, we use plural verb. എക്സാമ്പിൾസ് നോക്കുക. neither the employees nor the boss was at work. neither the employees nor the boss was at work. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലൂരലും ഒരു സിംഗുലറും വന്നു അല്ലേ. എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്? ജോലിക്കാർ. അപ്പോൾ അതെന്തായി? പ്ലൂറൽ ആയില്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു നൗൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നോർ ദ ബോസ്. ദ ബോസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ് അല്ലേ. ദ ബോസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള ഒരു നൗൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേർബാണ് അവിടെ യൂസ് ചെയ്തത്? നമ്മൾ വോസ് യൂസ് ചെയ്തു അല്ലേ. നമ്മളവിടെ വോസ് യൂസ് ചെയ്തു. വോസ് എന്താണ്? ഒരു സിംഗുലർ വേർബാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളവിടെ വോസ് യൂസ് ചെയ്തത്?
നമ്മൾ പറഞ്ഞു സെക്കൻഡ് പാർട്ടിൽ അല്ലെങ്കിൽ വേർബിന് തൊട്ടു മുമ്പ് നമ്മൾ ഏത് നൗൺ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ വേർബ് എന്ന് പറഞ്ഞു. അപ്പം എംപ്ലോയീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ യൂസ് ചെയ്തു അല്ലേ. നോർദി അപ്പം ബോസ് ആണ് എന്ത് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അതായത് വേർബിന് തൊട്ടു മുമ്പ് നമ്മൾ യൂസ് ചെയ്തത് എന്താണ് ബോസ് ആണ് അല്ലേ. അപ്പം ദ ബോസ് എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം സിംഗുലർ ആയിട്ടുള്ള ഒരു വേർബ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തത് വാസ് യൂസ് ചെയ്തത്. അപ്പം പ്ലൂരലും സിംഗുലറും വന്നു. സെക്കൻഡ് പാർട്ടിൽ സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ നോക്കുക. നൈദർ സൂസൻ നോർ ഹെർ ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു ഗോ ടു ദി പാർട്ടി അല്ലേ. അപ്പൊ സൂസനും പോണില്ല, ആരും പോണില്ല, അവളുടെ ഫ്രണ്ട്സും എന്ത് പോണില്ല പാർട്ടിക്ക് പോണില്ല എന്നാണ് മീനിങ്. അപ്പൊ ഇവിടെ നോക്കുക, സൂസൻ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു സൂസൻ എന്ന് പറയുന്നത്. നോർ ഹെർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ആണ് അല്ലേ. ഹെർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ നോക്കി സെക്കൻഡ് പാർട്ടിൽ അപ്പൊ ഏത് തരത്തിലുള്ള നൗണാണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് വന്നത് പ്ലൂറൽ ആണ് വന്നത് അല്ലേ. അപ്പം സെക്കൻഡ് പാർട്ടിൽ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ആയിരിക്കണം. സോ വി യൂസ് ആർ. മനസ്സിലായോ? അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു നൗൺ വന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി പ്ലൂറൽ ആയിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്തത്. നൈദർ സൂസൻ നോർ ഹെർ ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു ഗോ ടു ദി പാർട്ടി. അപ്പം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ സൂസൻ ഇപ്പുറത്തും ഹെർ ഫ്രണ്ട്സ് എന്നത് മറുഭാഗത്തും വന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പം സൂസൻ ആണ് ഇവിടെ അപ്പം സെക്കൻഡ് പാർട്ടിൽ വന്നത്. അപ്പം നമ്മളിവിടെ വേർബ് എന്തായിട്ട് മാറി ഈസ് ആയിട്ട് മാറി. അപ്പം നൈദർ ഹെർ ഫ്രണ്ട്സ് നോർ സൂസൻ is going to go to the party എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഏത് തരത്തിലുള്ള നൗൺ ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ വേർബ്. അത് മറക്കാതിരിക്കുക. ഓക്കെ, മോർ എക്സാമ്പിൾസ് നോക്കുക. നൈദർ ദ പ്ലേറ്റ്സ് നോർ ദ സെർവിങ് ബൗൾ ഗോസ് ഓൺ ദാറ്റ് ഷെൽഫ് അല്ലേ. നൈദർ ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ ആണ് അല്ലേ. നോർ ദ സെർവിങ് ബൗൾ. ഓക്കെ, സെർവിങ് ബൗൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ ആണ് അല്ലേ. ഒരു ബൗളിന്റെ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ കുറേ പ്ലേറ്റ്സ് പറയുന്നുണ്ട്, അതൊരു പ്ലൂറൽ ആണ്. സെർവിങ് ബൗൾ എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ. അപ്പം അതെന്താണ്? സിംഗുലർ ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. കാരണം എന്താണ്? സെക്കൻഡ് പാർട്ടിൽ വന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പം എന്ത് വന്നു? ഗോസ്. ഗോയുടെ സിംഗുലർ ഫോം ആയിട്ടുള്ള ഗോസ് അവിടെ വന്നു. ഓക്കെ, അപ്പം നൈദർ ദ പ്ലേറ്റ്സ് നോർ ദ സെർവിങ് ബൗൾ ഗോസ് ഓൺ ദാറ്റ് ഷെൽഫ്. ആ ഷെൽഫിൽ ആ ഒരു പ്ലേറ്റ്സും പോണില്ല, അതുപോലെ തന്നെ എന്താണ് ആ സെർവിങ് ബൗളും പോണില്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ. ഓക്കെ, നൈദർ ദ പ്ലെയിൻ നോർ ദ ജെറ്റ് ഇസ് ഫാസ്റ്റ് ഇനഫ്. നൈദർ ദ പ്ലെയിൻ. അപ്പം പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ് അല്ലേ. നോർ ദ ജെറ്റും എന്താണ് ഇവിടെ? സിംഗുലർ ആണ്. അപ്പം രണ്ടും സിംഗുലർ ആണ്. അതുകൂടാതെ തന്നെ സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്ത സബ്ജക്റ്റും എന്താണ്? സിംഗുലർ ആണ്. നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക? വേർബ് എന്ത് ചെയ്യുക? സിംഗുലർ എഴുതുക. ഈസ് ഫാസ്റ്റ് ഇനഫ്. അപ്പം പ്ലെയിനും ആ ജെറ്റും എന്തല്ല? അത്ര ഫാസ്റ്റ് അല്ല, അത്ര സ്പീഡ് അല്ല എന്നുള്ള മീനിങ് ആണ് അവിടെ. Then neither my dad nor my brothers know how to do that. Neither my dad. അപ്പം my dad എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ് അല്ലേ. nor my brothers എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലേ. അപ്പം പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് നോ എന്നുള്ള പ്ലൂറൽ വേർബ് നമ്മളിവിടെ യൂസ് ചെയ്തു. നോസ് എന്ന് പറയുമ്പോഴാണ് സിംഗുലർ ആവുക അല്ലേ. അപ്പം നോ എന്ന് പറയാനുള്ള പ്ലൂറൽ വേർബ്, നോ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോം നോ തന്നെയാണ്. ഓക്കെ, അപ്പം ബ്രദേഴ്സ് നോ ഹൗ ടു ഡു ദാറ്റ്. അപ്പം ഇവിടെ മൈ ബ്രദേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി? പ്ലൂറൽ ആയിട്ട് മാറി. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ നൈദർ മൈ ബ്രദേഴ്സ് നോർ മൈ ഡാഡ്. അപ്പം എന്ത് വരും? നോസ് വരും അല്ലേ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിട്ട് മാറണം? സിംഗുലർ ആയിട്ട് മാറണം. നോസ് ഹൗ ടു ഡു ദാറ്റ് എന്നായിട്ട് അത് മാറും. Then neither the dog nor the cat wants to go out in this heat. അപ്പം എന്താണ്? ആ ഡോഗിനും ആ കാറ്റിനും ഈ ഒരു പുറത്ത് ഈ ഒരു ഇത്രയും ചൂടിൽ പോകണമെന്ന് താല്പര്യമില്ല. രണ്ടു പേർക്കും എന്തില്ല? താല്പര്യമില്ല എന്നാണ് മീനിങ്.
neither the dog nor the cat wants to go out in this heat. അപ്പം എന്താണ്, ഡോഗ് എന്ന് പറയുന്നതും സിംഗുലർ ആണ്, അതുപോലെ ദ കാറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൂടാതെ എന്താണ്, സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്ത ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി, വോൺസ്. വോണ്ടിൻ്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള വോൺസ് ആയിട്ട് മാറിയിട്ട് വോൺസ് ടു ഗോ ഔട്ട് ഇൻ ദിസ് ഹീറ്റ് എന്നായിട്ട് മാറി. അപ്പം ഇതാണ് നൈദർ നോർ വെച്ച് എഴുതുമ്പോൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐദർ ഓർ നോക്കാം. ഐദർ ഓർ ഇപ്പം അതൊരു പോസിറ്റീവാണ്. നൈദർ നോറിൻ്റെ പോസിറ്റീവ് ഫോമാണ് ഐദർ ഓർ എന്ന് പറയുന്നത്. വിത്ത് ഐദർ ഓർ ഇഫ് ബോത്ത് എലമെൻറ്റ്സ് ആർ സിംഗുലർ ദ വേർബ് സിംഗുലർ. നമ്മൾ നൈദർ നോർ പറഞ്ഞതുപോലെ തന്നെ രണ്ട് നൗൺസും നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന രണ്ട് നൗൺസും സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് വേർബും എന്തായിട്ട് മാറണം, സിംഗുലർ ആയിട്ട് മാറണം. എക്സാമ്പിൾ നോക്കുക, ഐദർ സാം ഓർ സാറ ഇസ് ഗിൽറ്റി. എന്താണ്, സാമും സാറയും എന്താണ്, ഗിൽറ്റി ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചൂസ് ചെയ്ത രണ്ട് സബ്ജക്റ്റും എന്താണ്, രണ്ട് സബ്ജക്റ്റും ഇവിടെ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ എന്ത് യൂസ് ചെയ്തു, സിംഗുലർ ആയിട്ടുള്ള ഒരു വേർബായിട്ടുള്ള ഈസ് നമ്മൾ അവിടെ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ ഇഫ് ബോത്ത് എലമെൻറ്റ്സ് ആർ പ്ലൂറൽ ദെൻ ദ വേർബ് ഇസ് ഓൾസോ പ്ലൂറൽ. അപ്പം നമ്മൾ യൂസ് ചെയ്ത രണ്ട് എലമെൻറ്റ്സും, അതായത് നമ്മൾ യൂസ് ചെയ്ത ആ ഒരു രണ്ട് സബ്ജക്റ്റും അല്ലെങ്കിൽ രണ്ട് നൗൺസും പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. നമ്മൾ നൈദർ നോറിൽ പറഞ്ഞ അതേ റൂള് തന്നെയാണ് ഇവിടെയും വരുന്നത്. എക്സാമ്പിൾ എന്താണ്, ഐദർ ദ ബോയ്സ് ഓർ ദ ഗേൾസ് ആർ ഗിൽറ്റി. അപ്പം ആ ഒരു ബോയ്സും ഗേൾസും എന്താണ്, ഗിൽറ്റി ആണ് അല്ലേ. അപ്പം ഐദർ ദ ബോയ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആണ്. ഗേൾസ് എന്ന് പറയുന്നതും എന്താണ്, പ്ലൂറൽ ആണ്. അപ്പം രണ്ടും പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി, ആർ. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഓക്സിലറി വേർബാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു, ആർ യൂസ് ചെയ്തു. അപ്പം ഐദർ ദ ബോയ്സ് ഓർ ദ ഗേൾസ് ആർ ഗിൽറ്റി എന്ന് വന്നു. With one singular and one plural subject, the verb agrees with the subject that is nearest to the verb. നമ്മൾ നേരത്തെ നൈദർ നോറിൻ്റെ അതേ റൂള് തന്നെയാണ് ഐദർ ഓറിനും വരുന്നത്. വേർബിൻ്റെ അടുത്ത് ഏത് തരത്തിലുള്ള നൗണാണോ വരുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക, ഐദർ മൈ ട്വിൻ ബ്രദേഴ്സ് ഓർ മൈ സിസ്റ്റർ വാസ് ദർ. ഓക്കെ, അപ്പം ട്വിൻ ബ്രദേഴ്സും അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. ഐദർ മൈ ട്വിൻ ബ്രദേഴ്സ്. അപ്പം ട്വിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആണ് അല്ലേ. ട്വിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓർ മൈ സിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആണ് അല്ലേ. അപ്പം എന്താണ്, സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്ത സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വേർബ് വാസ് യൂസ് ചെയ്തു, വാസ് ദർ. ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഐദർ മൈ സിസ്റ്റർ ഓർ മൈ ട്വിൻ ബ്രദേഴ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേർബ് എന്തായിട്ട് മാറി, വേറായിട്ട് മാറി അല്ലേ. കാരണം ട്വിൻ ബ്രദേഴ്സ് ആണ് പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്താവണം, പ്ലൂറൽ ആവണം. അപ്പം അവിടെ എന്ത് നമ്മൾ യൂസ് ചെയ്യണം, വേർ യൂസ് ചെയ്യണം. എക്സാമ്പിൾസ് നോക്കുക, ഐദർ യു ഓർ മാരി ഈസ് ലിസണിങ്. മാരിയും എന്താണ്, നീയും എന്ത് ചെയ്യുന്നത്, ലിസണിങ് ചെയ്യുന്നുണ്ട്. എന്താണ്, യു മാരി അല്ലേ. മാരി എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്ത സെക്കൻഡ് പാർട്ടിൽ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി, സിംഗുലർ ആയിട്ടുള്ള ഈസ് ആയിട്ട് മാറി. ഐദർ പോൾ ഓർ ടിം ഹാസ് എ ന്യൂ ടാബ്ലറ്റ്. അപ്പം ഇതിലും എന്താണ്, രണ്ടും സിംഗുലർ ആണ് അല്ലേ. രണ്ടും സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഹാസ് എന്ന് പറഞ്ഞ സിംഗുലർ വേർബ് യൂസ് ചെയ്തു. ഐദർ ദ മെൻ ഓർ ദ വിമൻ ആർ പ്രിപ്പയറിംഗ് ദി മീൽ. അപ്പം ഇതിൽ രണ്ടും മെന്നും വിമനും എന്താണ്, ഇവിടെ പ്ലൂറൽ ആണ്. വിമന്റെ സിംഗുലർ ഫോം എന്താണ്, വുമൺ അല്ലേ. WOMAN ആണ് ഇതിൻ്റെ സിംഗുലർ എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ്, വിമൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം. അപ്പം ഇവിടെ രണ്ടും മെന്നും വിമനും ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി, പ്ലൂറൽ ആയിട്ട് മാറി. ഐദർ ദ ടീച്ചർ ഓർ ഹെർ പ്യൂപ്പിൾസ് വേർ ഇൻവൈറ്റഡ് ദി കൺസേർട്ട് അല്ലേ. കച്ചേരിക്ക് എന്താണ്, ടീച്ചറും കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്താണ്, ഐദർ ദ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഹെർ പ്യൂപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ ആണ്. അപ്പം സെക്കൻഡ് പാർട്ടിൽ ഏതാണ് വന്നത്, പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ വേർ എന്ന് പറയുന്ന പ്ലൂറൽ വേർബാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐദർ ദ ബോയ്സ്
ബോയ്സ് ഓർ ദി ഗേൾസ് റിസീവ് എൻ അവാർഡ്. അപ്പം ബോയ്സിനും ഗേൾസിനും എന്ത് ചെയ്യുന്നുണ്ട്, അവാർഡ് റിസീവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, ദ ബോയ്സ് എന്ന് പറയുന്നതായിട്ട് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുപോലെ ഗേൾസ് എന്ന് പറയുന്നതും പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റിസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലൂറൽ വേർബ് അല്ലെ, റിസീവിന്റെ പ്ലൂറൽ എന്താണ്, റിസീവ്. അപ്പം റിസീവ് എന്ന് പറഞ്ഞ പ്ലൂറൽ ഫോം നമ്മൾ അവിടെ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. നെക്സ്റ്റ് ആൻഡ്. ആൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, if two subjects are joined by and they typically require a plural verb form. അപ്പോൾ നമ്മൾ and വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ verb എപ്പോഴും എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ വേറെ റൂൾസ് ഒന്നും ഇല്ല. എക്സാമ്പിൾസ് നോക്കുക, ദ കൗ ആൻഡ് ദ പിഗ് ആർ ജമ്പിങ് ഓവർ ദി മൂൺ. ഇവിടെ എന്താണ്, ആൻഡ് വെച്ച് കണക്ട് ചെയ്തു. രണ്ടും സിംഗുലർ ആണ്, പ്ലൂറൽ ആണെങ്കിലും എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. അത് ആൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും എന്ന് ഓർമ്മിച്ചാൽ മതി. ബില്ലി ആൻഡ് ജേക്ക് ആർ ഗോയിങ് ടു ദ മൂവീസ്. അപ്പം രണ്ടുപേരും എന്താണ്, മൂവിക്ക് പോവുകയാണ്. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ സിംഗുലറും പ്ലൂറലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാണെങ്കിലും എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. അവിടെ പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല. The verb is singular if the two subjects separated by and refer to the same person or thing as a whole. അപ്പം എപ്പോഴാണ് സിംഗുലർ ആയിട്ട് വരിക എന്നുള്ളത് നോക്കാം. The verb is singular if the two subjects separated by and refer to the same person. അപ്പം രണ്ട് കാര്യങ്ങൾ ഒരേ ആളെ സൂചിപ്പിക്കുന്നത് എന്താണ്, രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിട്ട് മാറണം, സിംഗുലർ ആയിട്ട് മാറണം. ഓക്കെ, സെയിം പേഴ്സണെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ രണ്ടായിട്ട് ആൻഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. നോക്കുക, റെഡ് ബീൻസ് ആൻഡ് റൈസ് ഈസ് മൈ മോംസ് ഫേവറേറ്റ് ഡിഷ്. അപ്പം ഇതെന്താണ്, ആ ഡിഷിനാണ്, ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിഷ് എന്ന് പറയുന്നത്. അപ്പം ഡിഷിലെ ആ ഒരു ഇതിനെയാണ് എന്ത്, റെഡ് ബീൻസും അതുപോലെ റൈസും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഡിഷ് എന്ന് പറയുന്നതാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പം ഇതിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ആൻഡ് വെച്ചിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ദെൻ സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾസ് ഈസ് എ ഗ്രേറ്റ് മീൽ. അപ്പം മീൽ എന്ന് പറയുന്ന ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്താണ്, രണ്ട് എലമെൻറ്റ്സ് ആണ് ഈ എന്താണ് സ്പെഗറ്റി എന്ന് പറയുന്നതും മീറ്റ് ബോൾസ് എന്ന് പറയുന്നതും. അപ്പം അതിനെ എന്താണ്, ആൻഡ് വെച്ചിട്ടാണ് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്ത വേർബ് എന്തായിട്ട് മാറി, ഈസായിട്ട് മാറി. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി, ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ദ ബേസിക്സ് ഓഫ് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്, കോൺകോർഡിലുള്ള സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റ് നമ്മൾ നോക്കി. നൈദർ നോർ, ഐദർ ഓർ ആൻഡ്, ഈ മൂന്നിലും എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എഗ്രിമെന്റ് പോകുന്നത് നമ്മൾ നോക്കി. അപ്പം ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.